ഗ്രീൻലാൻഡ് ഐലൻഡ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദ്വീപാണിത്. ഡെൻമാർക്കിന് കീഴിൽ സ്വതന്ത്ര പദവിയുള്ള പ്രദേശമാണിത്. നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിനും ആർട്ടിക് സമുദ്രത്തിനും ഇടയിലാണ് ഈ ദ്വീപ് നിലകൊള്ളുന്നത്. 600 വർഷമായി ഡെൻമാർക്കിനൊപ്പം സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപിന്റെ തലസ്ഥാനം ന്യൂക്കാണ്. 85% ഭൂപ്രദേശങ്ങളും മഞ്ഞു പുതച്ചു കിടക്കുകയാണ്. ഇവിടുത്തെ ജനസംഖ്യ വെറും 57,000 മാത്രമാണ്. എന്തുകൊണ്ടാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ പ്രദേശം അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് സുപ്രധാനവും ഇതിന്റെ നിയന്ത്രണവും ഉടമസ്ഥാവകാശവും ജനങ്ങൾക്ക് അനിവാര്യവുമാണെന്ന് പറയുന്നു? അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ പ്രസ്താവന പുതിയതല്ല. നൂറ്റാണ്ടുകളായുള്ള ഒരു അമേരിക്കൻ മോഹമാണത്. 1946 US പ്രസിഡന്റ് ഹാരി ട്രൂമാൻ $100 മില്യൺ ഗ്രീൻലാൻഡ് വാങ്ങാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ആ ശ്രമം പരാജയപ്പെട്ടിരുന്നു. എന്തുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഈ പ്രദേശത്തിന് വീണ്ടും കണ്ണുവച്ചിരിക്കുന്നത്? ജിയോളജിക്കൽ സർവേ ഓഫ് ഡെൻമാർക്ക് പറയുന്നത് കൽക്കരി, ചെമ്പ്, ധാതുക്കൾ, സ്വർണം, സിങ്ക് എന്നിവ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു പ്രദേശമാണിത്. ധാരാളം പ്രകൃതി വിഭവങ്ങളും കൂടാതെ ഭൂമിശാസ്ത്രപരമായ അനേകം പ്രത്യേകതകളുമുള്ളൊരു ദ്വീപാണിത്. കൂടാതെ കമ്പ്യൂട്ടറുകൾ, മൊബൈൽ ഫോണുകൾ, ചിപ്പുകൾ, ഇലക്ട്രിക് വെഹിക്കിൾസിനുകൾക്ക് ഉപയോഗിക്കാവുന്ന ധാരാളം മിനറലുകൾ ഈ ദ്വീപിൽ ധാരാളമുണ്ട്. എന്നാൽ ഈ പ്രദേശത്ത് ഇപ്പോൾ കൂടുതൽ സ്വാധീനമുള്ളത് ചൈനയ്ക്കാണ്. അതോടൊപ്പം റഷ്യയുടെയും അമേരിക്കയുടെയും ഇടയിലുള്ള ഒരു സുപ്രധാന ഭൂപ്രദേശം കൂടിയാണിത്. ഈ പ്രദേശം കൈക്കലാക്കിയാൽ റഷ്യയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനും വേണ്ടിവന്നാൽ സൈനിക പോസ്റ്റുകൾ അടക്കം സ്ഥാപിക്കാനും അമേരിക്കയ്ക്ക് കഴിയും. ചുരുക്കം പറഞ്ഞാൽ ഈ പ്രദേശം ലഭിച്ചാൽ അമേരിക്കയ്ക്ക് സാമ്പത്തികവും സൈനികപരവുമായ വലിയ നേട്ടമാകും ഉണ്ടാവുക. എന്നാൽ ട്രംപിന്റെ ഈ പരാമർശത്തിനെതിരെ ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി രംഗത്ത് വന്നു. ഗ്രീൻലാൻഡിനെ തങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടില്ലെന്നും ഒരിക്കലും വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി മ്യൂട്ട് ബി എഡ്സ് പറഞ്ഞു. അമേരിക്ക അലാസ്ക അടക്കം പല ഭൂപ്രദേശങ്ങളും ഇതിനു മുമ്പും വില കൊടുത്ത് വാങ്ങിയിട്ടുണ്ട്.